എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്രെഡറിക് എസ് മാർക്ക്. ഫ്രെഡറിക് എസ് മാർക്കാണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ്. CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിന്റെ പിതാവ് ആരാണ്? CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പീറ്റർ സഫർ. പീറ്റർ സഫറാണ് CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിന്റെ പിതാവ്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബോയിൽസ് നിയമം. ബോയിൽസ് നിയമമാണ് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിൽ ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന നിയമം. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഹെൻറി ഡ്യുനന്റ്. ഹെൻറി ഡ്യുനന്റ് ആണ് റെഡ് ക്രോസിന്റെ സ്ഥാപകൻ. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ബെർലിയം. ബെർലിയമാണ് വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി, അസറ്റിലിൻ. അസറ്റിലിനാണ് താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത്. ഹൃദയശ്വസന പുനരുജ്ജീവനം ഒരു മുതിർന്ന വ്യക്തിയിൽ ചെയ്യുമ്പോൾ നെഞ്ചമർത്തുന്നത് ഡാഷ് സെന്റിമീറ്ററിൽ കൂടുതൽ താഴാൻ പാടില്ല. ഹൃദയശ്വസന പുനരുജ്ജീവനം ഒരു മുതിർന്ന വ്യക്തിയിൽ ചെയ്യുമ്പോൾ നെഞ്ചമർത്തുന്നത് ഡാഷ് സെന്റിമീറ്ററിൽ കൂടുതൽ താഴാൻ പാടില്ല. ആൻസർ ഓപ്ഷൻ സി, 5 സെന്റിമീറ്റർ. ഹൃദയ ശ്വസന പുനരുജ്ജീവനം ഒരു മുതിർന്ന വ്യക്തിയിൽ ചെയ്യുമ്പോൾ നെഞ്ച് അമർത്തുന്നത് 5 സെന്റിമീറ്ററിൽ കൂടുതൽ താഴാൻ പാടില്ല. ശ്വാസനാളത്തിന് പുറമേയുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥ. ശ്വാസനാളത്തിൽ പുറമേയുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥയെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ എ, ചോക്കിംഗ്. ചോക്കിംഗ് ആണ് ശ്വാസനാളത്തിൽ പുറമേയുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥ. അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ. അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹെംലിക് മാന്യുവർ. ഹെംലിക് മാന്യുവർ ആണ് അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ. LPGയിലുണ്ടാകുന്ന തീപിടുത്തത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? LPGയിലുണ്ടാകുന്ന തീപിടുത്തത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഹാലോൺ. ഹാലോൺ ആണ് LPGയിലുണ്ടാകുന്ന തീപിടുത്തത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മുറിവുകൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? മുറിവുകൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആഴത്തിൽ തറച്ചിരിക്കുന്ന വസ്തുക്കൾ ബലമായി നീക്കം ചെയ്യുക. ആഴത്തിൽ തറച്ചിരിക്കുന്ന വസ്തുക്കൾ ബലമായി നീക്കം ചെയ്യുക എന്നത് മുറിവുകൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ചർമ്മത്തിനടിയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളൽ. ചർമ്മത്തിനടിയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളലിന് എന്ത് പറയുന്നു? ആൻസർ ഓപ്ഷൻ ഡി, 4ാം ഡിഗ്രി പൊള്ളൽ. 4ാം ഡിഗ്രി പൊള്ളലാണ് ചർമ്മത്തിനടിയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളൽ. പരിക്കേറ്റ ഭാഗങ്ങൾ ചലനരഹിതമായി സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര്. പരിക്കേറ്റ ഭാഗങ്ങൾ
ചലനരഹിതമായി സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി സ്പ്ലിന്റ്. സ്പ്ലിന്റ് ആണ്. പരിക്കേറ്റ ഭാഗങ്ങൾ ചലനരഹിതമായി സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര്. പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്? പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയുക. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയുക എന്നതാണ് പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ. ക്ലാസ് ഡി ഫയർ ആണ് ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധയിൽ ഉൾപ്പെടുന്നത്. സംസാരത്തിലുള്ള വൈകല്യം, മുഖം കോടിപ്പോവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വ്യക്തിക്ക് ഡാഷ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സംസാരത്തിലുള്ള വൈകല്യം, മുഖം കോടിപ്പോവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വ്യക്തിക്ക് ഡാഷ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി പക്ഷാഘാതം. സംസാരത്തിലുള്ള വൈകല്യം, മുഖം കോടിപ്പോവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വ്യക്തിക്ക് പക്ഷാഘാതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അബോധാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അബോധാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. തലക്കേറ്റ ക്ഷതം, പക്ഷാഘാതം, അപസ്മാരം എന്നിവ അബോധാവസ്ഥയ്ക്കുള്ള കാരണങ്ങളാവുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം. ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. താഴെ പറയുന്നവയിൽ അലർജിക്കുള്ള പ്രധാന മരുന്ന് ഏതാണ്? താഴെ പറയുന്നവയിൽ അലർജിക്കുള്ള പ്രധാന മരുന്ന് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സെട്രിസിൻ. സെട്രിസിൻ ആണ് താഴെ പറയുന്നവയിൽ അലർജിക്കുള്ള പ്രധാന മരുന്ന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്റ്റേപ്പീസ്. സ്റ്റേപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ. പ്രഥമ ശുശ്രൂഷയുടെ പ്രതീകം എന്താണ്? പ്രഥമ ശുശ്രൂഷയുടെ പ്രതീകം. ആൻസർ ഓപ്ഷൻ സി പച്ച പശ്ചാത്തലത്തിൽ വെള്ള കുരിശ്. പച്ച പശ്ചാത്തലത്തിൽ വെള്ള കുരിശ് എന്നതാണ് പ്രഥമ ശുശ്രൂഷയുടെ പ്രതീകം. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണ്? പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ എ ഹൃദയാഘാതം. ഹൃദയാഘാതത്തിനാണ് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നവർ പ്രഥമ പരിഗണന നൽകേണ്ടത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ആൻസർ ഓപ്ഷൻ ബി 1098. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. താഴെ പറയുന്നവയിൽ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വിയർപ്പ്. വിയർപ്പാണ് താഴെ പറയുന്നവയിൽ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളിൽ പെടാത്തത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ആൻസർ ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ പാസ് ആണ്. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്താണ്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഉത്പതനമാണ് ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ.